യുക്രൈൻ പ്രസിഡന്റ് സ്ഥാനത്തു നിന്നും സെലൻസ്കിയെ മാറ്റിയാൽ യുദ്ധം ഒത്തുതീർപ്പാക്കാമെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ. സെലൻസ്കിയെ നീക്കി രാജ്യം മറ്റൊരു താൽക്കാലിക സംവിധാനത്തിലേക്ക് നീങ്ങുകയാണെങ്കിൽ യുദ്ധം ഒത്തുതീർപ്പാക്കുന്നതിനെപ്പറ്റി ചിന്തിക്കാമെന്ന നിർദ്ദേശമാണ് പുടിൻ നിലവിൽ മുന്നോട്ട് വച്ചിരിക്കുന്നത്. യുദ്ധത്തിൽ ഒത്തുതീർപ്പിൽ എത്തുന്നതിനും പ്രധാന കരാറുകളിൽ ഒപ്പുവെക്കാനും യുക്രൈനിൽ തെരഞ്ഞെടുപ്പ് നടത്തുകയോ ഒരു താൽക്കാലിക ഭരണ സംവിധാനത്തിന് കീഴിൽ യുക്രൈനെ ആക്കുകയോ ചെയ്യണമെന്നാണ് പുടിൻ നിർദ്ദേശിച്ചതെന്ന് റഷ്യൻ വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നു. സംഘർഷത്തിന് പരിഹാരം കാണാനുള്ള അമേരിക്കൻ ശ്രമങ്ങൾക്കിടെയാണ് പുടിന്റെ പ്രതികരണം. ഐക്യരാഷ്ട്ര സംഘടനയ്ക്കും യുഎസിനും യൂറോപ്യൻ രാജ്യങ്ങൾക്കും യുക്രൈനിൽ താൽക്കാലിക ഭരണ സംവിധാനം ഉണ്ടാക്കാൻ മുന്നോട്ട് വരാനാകണമെന്നും പുടിൻ വ്യക്തമാക്കി. റഷ്യ യുക്രൈൻ യുദ്ധം ആരംഭിച്ച് 3 വർഷം പിന്നിടുമ്പോൾ 10,000-കണക്കിന് പേരാണ് ഇരുപക്ഷത്തും കൊല്ലപ്പെട്ടത്. നാറ്റോ സഖ്യത്തിൽ അംഗത്വമെടുക്കാനും സൈനിക ശക്തി വർദ്ധിപ്പിക്കാനും യുക്രൈൻ ശ്രമിച്ചതാണ് യുദ്ധത്തിനിടയാക്കിയതെന്നാണ് തുടക്കം മുതൽ റഷ്യ ആരോപിക്കുന്നത്. സെലൻസ്കിയെയാണ് പ്രധാനമായും റഷ്യൻ നേതൃത്വം കുറ്റപ്പെടുത്തുന്നത്. യുഎസിൽ ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലെത്തിയതോടെ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ചർച്ചകൾ ആരംഭിച്ചിരുന്നു. റഷ്യയ്ക്ക് അനുകൂലമായ നിബന്ധനകൾ അംഗീകരിച്ച് യുദ്ധം അവസാനിപ്പിക്കേണ്ടി വരുമോ എന്ന ഭയത്തിലാണ് യുക്രൈൻ.